നിങ്ങളെ അഴിമതിയെ കുറിച്ച് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? ഇപ്പോഴൊന്നുമല്ലല്ലോ, എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ നിങ്ങൾ അപ്പോഴൊക്കെ പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതം, അവാസ്തവം. SNC ലാവലിൻ കേസിന്റെ അഴിമതി ആരോപണം കേരളത്തിന്റെ നിയമസഭയിൽ ആദ്യം ഉന്നയിച്ചവൻ ഞാനാ. അന്ന് നിയമസഭക്കകത്ത് പിണറായി വിജയന്റെ ആക്രോശം കേട്ടവനാണ് ഞാൻ. ഞാൻ സംസാരിക്കുമ്പോൾ 3 വട്ടം പിണറായി വിജയൻ ചാടി എഴുന്നേറ്റു പുലി പോലെ. ഞാൻ ഒരു വേള പറഞ്ഞു, അങ്ങ് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയാ, പിണറായിലെ പാറപ്പുറത്തെ ഗുണ്ട പിണറായി വിജയൻ അല്ല എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം ശാന്തനായി ഞാൻ പറയുന്നത് കേട്ടത്. ഞാൻ അന്ന് പറഞ്ഞു നിങ്ങൾ അഴിമതി കാട്ടി. SNC ലാവലിൻ കേസൊന്നും ഞാൻ അനാവരണം ചെയ്യുന്നില്ല, ഒരുപാട് സമയം എടുക്കും. അതൊക്കെ ഇനി ചർമ്മണം നടത്തിയതാ. ഞാൻ എന്റെ പക്ഷെ DY ഇവിടുത്തെ CPM ആളുകൾ കേൾക്കാൻ ചോദിക്കുക, നിങ്ങൾ മനസ്സിൽ തട്ടി വിശ്വസിക്കുന്നുണ്ടോ പിണറായി വിജയൻ അഴിമതി കാട്ടിയില്ല എന്ന്? ഉണ്ടോ? രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ അദ്ദേഹത്തെ ന്യായീകരിച്ചോ? തർക്കമില്ല. അദ്ദേഹം കുറ്റക്കാരനെന്ന് നിങ്ങൾ പറഞ്ഞോ? ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ എന്തിനാണ് ഈ കേസിനെ ഭയപ്പെടുന്നത്? CBIയുടെ കേസിനെ, അന്വേഷണം മുതൽ CBIയുടെ കേസിനെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? CBIക്ക് അന്വേഷണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈം വാരികടി അടിച്ച നന്ദകുമാർ ഹൈക്കോടതി പോയപ്പോ നിങ്ങൾ 21 ലക്ഷം രൂപ കൊടുത്ത് ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്ന് വാദിച്ചു. 62 സർക്കാർ വക്കീലന്മാരുണ്ട് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ. എത്ര? 62 വക്കീലന്മാർ. നിങ്ങൾ എന്തിനാ 21 ലക്ഷം കൊടുത്ത് സീനിയർ ലോയേഴ്സിനെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നത്? നിങ്ങൾ എന്തിന് CBI അന്വേഷണം ഭയപ്പെടുന്നു? നിങ്ങളുടെ കൈ ശുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് എന്തിന് ഭയം? കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങളെ എത്ര നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾക്കൊരു ഭയപ്പാടില്ല, ഏത് അന്വേഷണവും ആവാം പറഞ്ഞില്ലേ? ഏത് അന്വേഷണവും ആവാം. AK ബാലൻ ഉപയോഗിച്ച പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പിണറായി വിജയനെ ഒരു പുല്ല് പൊരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് ഭയമില്ല, ആര് വന്നോട്ടെ അന്വേഷിച്ചോട്ടെ. അങ്ങനെ വീമ്പിളക്കി നിങ്ങൾ എന്തിനാ CBI അന്വേഷണത്തെ എതിർത്ത് കോടതിയിൽ നിങ്ങൾ ഇത്രയേറെ നിയമപരമായ പോരാട്ടം നടത്തിയത്? ഇപ്പോ നിങ്ങൾ പ്രതിയായി. ഗവർണർ കൊടുത്തിരിക്കുന്ന അനുമതി റദ്ദാക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ പടവെട്ടാൻ പോയത്? നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? കാരണം നിങ്ങളുടെ കാര്യം ശുദ്ധമാണെങ്കിൽ എന്തിനു ഭയപ്പെടുന്നു? ബോഫേഴ്സ് കേസ് വന്നു, രാജീവ് ഗാന്ധി ഭയപ്പെട്ടോ? ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ലോകം അത്ഭുതത്തോടെ ആദരിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്ര നേതാക്കന്മാരിൽ ഒരാൾ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിക്കെതിരെ ബോഫേഴ്സ് വന്നപ്പോ പുഞ്ചിരിച്ച് രാജീവ് ഗാന്ധി പറഞ്ഞില്ലേ, ഏത് അന്വേഷണമായിക്കോട്ടെ എനിക്ക് സമ്മതം. അന്വേഷണം വന്നു, കേസ് വന്നു, കോടതി വന്നു. എവിടെ രാജീവ് ഗാന്ധി? രാജീവ് ഗാന്ധി നിരപരാധിയാണ്, ശുദ്ധനാണ്, ജീവിതത്തിൽ കടമില്ലാത്ത നേതാവാണ് എന്ന് ലോകവും കോടതിയും പാടിപ്പുകട്ടിയില്ലേ? എടാ, രാജീവ് ഗാന്ധിയെക്കാളും വലിയവനാ നീ. ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു, അദ്ദേഹത്തിന് CBI കേസ് വന്നില്ലേ? അദ്ദേഹം കോടതിയിൽ പോയി നിന്നില്ലേ? കോടതി വരാന്തയിൽ പ്രതിക്കൂട്ടിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഫൈറ്റ് ചെയ്തില്ലേ? നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി പ്രഖ്യാപിച്ചില്ലേ? അഗ്നിശുദ്ധി വരുത്തി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി രാജിവെച്ച പ്രധാനമന്ത്രി രാഷ്ട്രീയ രംഗത്തേക്ക് തിരിച്ചു വന്നില്ലേ? താനാരാ? പിണറായി വിജയനാരാ? എനിക്ക് നിയമം ബാധകല്ല, എനിക്ക് കോടതി ബാധകല്ല, എനിക്കിതൊന്നും ബാധകല്ല, എനിക്ക് കക്ക, എനിക്ക് കൊള്ളിയടിക്ക, എനിക്ക് കൊല ചെയ്യ, എനിക്ക് തൊടാൻ പാടില്ല, ഞാൻ അങ്ങനെയാക്കും, ഞാൻ ഇങ്ങനെയാക്കും. വിരട്ടി നടക്കുന്ന താൻ ആരോടും ആരംഭിയോ? ഇവിടെ ഒരു നിയമമുണ്ട്, കോടതിയിൽ പോകില്ല എന്ന് പറഞ്ഞ് വീം പഠിച്ചില്ലേ? കോടതി കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് CPMന്റെ ആളുകൾ, ചെറുപ്പക്കാരായ കുട്ടികൾ ഇവിടെ പ്രസംഗിച്ച് നടന്നില്ലേ? ഇപ്പൊ എവിടെ പോയി? പൂച്ച പോകും പോലെ പോയില്ലടാ കോടതിക്കകത്ത്, പോയില്ലേ? ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയൊരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയെ തകർക്കാനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. 3 സംസ്ഥാനത്തേ ഉള്ളൂ. വ്യവസ്ഥിതി മാറ്റണമെങ്കിൽ ഡൽഹി ഭരിക്കണം. ഡൽഹി ഭരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പടബലം പോലെ വളർച്ച താഴോട്ടാ, മോളോട്ടല്ല. പിന്നെ എവിടെ നിങ്ങൾ ഡൽഹി ഭരിക്കുന്നു? കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ നിങ്ങളുടെ അംഗസംഖ്യയെ കുറിച്ച് കണക്കുണ്ട്. എത്ര അംഗസംഖ്യ അറിയോ? എത്രയാ? CPM ആളുകൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 6.7%. എത്രയല്ലേ? 100ൽ 6.7%. 51% വേണം ജനാധിപത്യ സംവിധാനത്തിൽ കേന്ദ്രം ഭരിക്കാൻ. ചെങ്കോട്ടയും ഞങ്ങൾ പിടിക്കും.
കേന്ദ്രത്തിൽ ഞങ്ങൾ ഭരിക്കുന്നൊക്കെ ഇവിടുത്തെ പിള്ളേർക്ക് ആവേശം കിട്ടാൻ മുദ്രാവാക്യം പഠിക്കുമ്പോ ഇത് എത്ര കൊല്ലം കൊണ്ടാ ഈ വളർച്ച? 3/4 നൂറ്റാണ്ട് കൊണ്ടാ. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ 3/4 നൂറ്റാണ്ട് കൊണ്ട് നിങ്ങൾ വളർച്ച 6.7%. 51% ഇന്ത്യ ഭരിക്കണമെങ്കിൽ നിങ്ങൾ എത്ര നൂറ്റാണ്ടിരിക്കണം? എത്ര ജ്യോതി വാസുമാരും എത്ര നമ്പൂതിരിപ്പാടുമാരും എത്ര തലമുറ ഈ പാർട്ടിക്ക് വേണ്ടി ഹോമിക്കണം? വളരുമോ നിങ്ങൾ? വളരില്ല. വളരേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. Where is poverty, there is anarchism. Where is anarchism, there is communism. ഇവിടെ പട്ടിണി, അവിടെ അരാജകത്വം. എവിടെ അരാജകത്വം, അവിടെ കമ്മ്യൂണിസം. അതാണ് മുദ്രാവാക്യം. ആ കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എപ്പോഴാ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാലം. അന്ന് വളരാത്ത നിങ്ങളെ ഈ വിത്ത് ഇന്ന് ഈ രാജ്യത്ത് പച്ച പിടിക്കുവോ മോനെ? ഇന്നിവിടെ കല്ലുവെട്ടുകാരന്റെ മകൻ വക്കീലാ, ബീഡിക്കാരന്റെ മകൻ ഡോക്ടറാ, കള്ളിഷാപ്പ് തൊഴിലാളിന്റെ മകൻ എഞ്ചിനീയറാ, ചെത്തുകാരന്റെ മകൻ സയന്റിസ്റ്റാ. അങ്ങനെ മാറി വരുന്ന സാമൂഹ്യ പ്രക്രിയയിൽ ഒരു രാജ്യത്തിന്റെ വികസനം ഒരു തേരോട്ടം പോലെ പോകുന്ന ഇന്ത്യയിൽ നിങ്ങളുടെ വൃത്തിശാസ്ത്രം പച്ച പിടിക്കുവോ? ലോകത്തിൽ എവിടെയെങ്കിലും പച്ച പിടിച്ച ചരിത്രമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ ഭരണാധികാരി ആവില്ല. നിങ്ങൾക്കൊരു വ്യവസ്ഥിതി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഉണ്ടാക്കി വെച്ച വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയിൽ പിണറായി വിജയന്റെ 2 കൈക്കല്ല പൊതുഖജനാവ് കൊള്ളയടിച്ചെങ്കിൽ കൈയ്ക്കും കാലിനും ചങ്ങലക്കിട്ട് കൽത്തുറുങ്കിൽ പിണറായി വിജയനെ തളക്കും. അത് തടുക്കാൻ CPM-ന്റെ ഒരു ശക്തിക്കും സാധിക്കില്ല. കട്ട് പുറ്റടിക്കുമ്പോ ആലോചിക്കണം, ഇതൊക്കെ പറഞ്ഞില്ല വീരൊന്നും. അച്യുതാനന്ദൻ പറഞ്ഞില്ലേ നിയമസഭയിൽ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, വെള്ളം കുടിക്കണം. അതുകൊണ്ട് CPM-ന്റെ കുട്ടികളെ മനസ്സിന്റെ അകത്ത് പിണറായി വിജയൻ അഴിമതി കാട്ടിയില്ല എന്ന് ധാരണയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. ക്ലീനായി ഞാൻ മക്കളോട് പറയട്ടെ, 86 കോടി ഉറുപ്പിക നിയമസഭയിൽ ഞാൻ വിജയനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോഴും എനിക്കൊരാശ്വാസം ഉണ്ടായിരുന്നു, കട്ടാനും പറ്റില്ല. നിങ്ങൾ എന്താ പറയുന്ന കരാറിന്റെ ക്ലോസ് വായിച്ച് കിട്ടിപ്പോവും. പള്ളിവാസൽ കരാറിൽ 1 മെഗാവാട്ട് കറണ്ടിന്റെ ഉൽപാദനത്തിന് 64 ലക്ഷം രൂപയാ. ഞങ്ങളുടെ UDF-ന്റെ മന്ത്രിസഭ നിശ്ചയിച്ച റിനോവേഷൻ എക്സ്പെൻഡിച്ചർ 64 ലക്ഷം. SNC ലാബിൽ കരാറുമായി വിജയമാക്കിയ കരാറിൽ എത്രയാ? 246 ലക്ഷം. 64 ലക്ഷത്തിന് 1 മെഗാവാട്ട് കറണ്ട് ഉണ്ടാക്കാനുള്ള റിനോവേഷൻ വർക്ക് നടത്തിയ കരാർ കേരളത്തിൽ നിലനിൽക്കുമ്പോ SNC ലാബിലിൻ കമ്പനിക്ക് പിണറായി വിജയൻ കൊടുത്ത കരാർ 246 ലക്ഷം. എത്ര വ്യത്യാസം! ഇവൻ ആരായിട്ട് എക്സ്പെർട്ടോ? ഒരുത്തനെ കൊണ്ടുപോയിനോ കരടയില്? ഇവൻ പറഞ്ഞാൽ അതിന് തുമ്പുന്നതിന് തലയാട്ടുന്നവർ 2-3 ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിപ്പോയിട്ട് ഈ ചങ്ങായി കരാറ് വെക്കാൻ ഈ ചങ്ങായി ആരാ? ഇവൻ എന്ത് വിവര? ഏത് എലക്ട്രിസിറ്റിയെ കുറിച്ചാണ് ഇവൻ അറിയാം? ഏത് പവർ പ്രൊജക്ടിനെ കുറിച്ചാണ് ഇവൻ അറിയാം? CBI ചോദിച്ചു, ഇയാൾ ആരാ? എക്സ്പെർട്ടാ. ഈ റേറ്റ് ഫിക്സേഷൻ ആര് നടത്തി? വെട്ടിപ്പൂരി തരത്തിലല്ല, 2-3 തരത്തിലാ. അങ്ങനെ അമിതമായ ലാഭം SNC ലാബിനും കമ്പനിക്ക് ഉണ്ടായി കൊടുക്കുക. അതിന്റെ വിഹിതം വേറെ വാങ്ങിയിട്ടുണ്ട്. എടാ, ഈ സംസ്ഥാനത്തെ ഖജനാവിലെ പൈസ വെറുതെ വാരിക്കൂരി ഒരാൾക്ക് കൊടുക്കുമ്പോ എന്തെങ്കിലും എനിക്ക് കിട്ടാതെ ഞാൻ കൊടുക്കുമോ? 64 ലക്ഷം രൂപക്ക് 1 മെഗാവാട്ട് കറണ്ടിന്റെ കരാറുണ്ടാക്കിയ നാട്ടിൽ 246 ലക്ഷത്തിന് കരാറുണ്ടാക്കുമ്പോ അതിൽ അധികരിച്ചു വരുന്ന പൈസയുടെ വിഹിതം അതിൽ വിജയന് പങ്കില്ലെങ്കിൽ വിജയൻ അത് കൊടുക്കുമോ? CPM-ന്റെ കുട്ടികളൊന്ന് ആലോചിച്ചിട്ട് അതിന് പുറമെയാണ് 100 കോടി ക്യാൻസർ സെന്റർ. ഞാൻ കരുതി ഇവന്റെ ഒടുക്കത്തെ തട്ടിപ്പ് നടക്കാനും വേണ്ടില്ല, നമുക്ക് തലശ്ശേരി കണ്ണൂരിൽ നമുക്കൊരു ക്യാൻസർ സെന്റർ കിട്ടുമല്ലോ. വലിയ കാര്യമല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ കെട്ടിയെടുത്ത് രോഗികളെ കൊണ്ടുപോകാം തിരുവനന്തപുരത്ത്. എന്റെ MLA ക്വാർട്ടേഴ്സിന്റെ തൂരും മുറി എപ്പോഴും കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്നും വരുന്ന ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന മുറിയാ. ഇവരൊക്കെ വന്ന് അവിടെ കാണാറുണ്ട് എന്റെ റൂമിൽ. എന്നും ഒരു പേഷ്യന്റിന്റെ മുറി മിനിമം എന്റെ റൂമിലുണ്ടാവും. RCC പോണ്ടേ? ഒരു വലിയ ആശ്വാസമല്ലേ? തലശ്ശേരി ക്യാൻസർ സെന്റർ വന്നാൽ കട്ടാലും പറ്റില്ല, ഒരു ക്യാൻസർ സെന്റർ കിട്ടുമല്ലോ. എന്താ അതിന്റെ സ്ഥിതി? 98.50 കോടി കിട്ടേണ്ടുന്ന സ്ഥലത്ത്
12 കോടി കിട്ടി എന്നാ വിജയം പറയുന്നത്. 12 കോടി. ഇനി ഞാൻ തർക്കിക്കാനൊന്നുമില്ല വിജയനോട്. 12 എങ്കിൽ 12. ആ 12 ആരെ കയ്യിലാ വന്നത്? ക്യാൻസർ സെന്ററിന്റെ പണം കാനഡയിൽ നിന്ന് വരുമ്പോ അത് വാങ്ങാൻ ഞങ്ങളൊക്കെയുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് തലശ്ശേരി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ 300 രൂപ മുടക്കി ആ കമ്മിറ്റി കാനഡയിലെ പണം വാങ്ങാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ CPM-ന്റെ കുട്ടികൾക്ക് ഞാൻ വണ്ടിയുടെ പൈസ തരാം. ഒന്ന് തലശ്ശേരിയിലെ ആ ബാങ്കിൽ പോയി ചോദിക്ക് ആ അക്കൗണ്ടിൽ എത്ര പണം വന്നു എന്ന്.